തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകൾ ലോകത്തിന്ന് നിലവിലുണ്ട്. അതിനാൽ തന്നെ മനുഷ്യന് ഇനി സ്വതന്ത്ര ഇച്ഛയുണ്ട് എന്ന ആശയം അവസാനിച്ചിരിക്കുന്നു. ഇതെന്റെ വാക്കുകളല്ല. രാജ്യനേതാക്കളും മതനേതാക്കളും കോടീശ്വരന്മാരും സിനിമാ താരങ്ങളും വ്യാപാരികളും വലിയ നിക്ഷേപകരും സാങ്കേതിക വിദഗ്ധരും ബിഗ് ഫാർമകളും തൊട്ട് ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ വരെ പങ്കാളികളും അംഗങ്ങളുമായിരിക്കുന്ന വേൾഡ് ഇക്കോണമിക് ഫോറം അഥവാ വെഫ് എന്ന ഒരു സ്വകാര്യ സംഘടന ഇന്ന് നമ്മുടെ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരാണ് ലോകം ഭരിക്കുന്നതും ലോകത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതുമൊക്കെ. Your Royal Highnesses, Excellencies, distinguished heads of state and government, the future is built by us, by a powerful community as you here in this room. വെഫിലെ അംഗവും വെഫിന്റെ മുഖ്യ പ്രഭാഷകനും അജണ്ട കോൺട്രിബ്യൂട്ടറും കൂടാതെ സാപ്പിയൻസ് എന്ന പുസ്തകം രചിച്ച ലോകപ്രശസ്ത എഴുത്തുകാരനും കൂടിയാണ് പ്രൊഫസർ യുവൽ നോവ ഹരാരി. ഹരാരിയുടെ വാക്കുകളാണ് മുൻപ് ഞാൻ പരാമർശിച്ചത്. Most important thing to know about living in the 21st century is that humans are now hackable animals. Humans are now hackable animals. You know, the whole idea that humans have, you know, they have this soul or spirit and they have free will and nobody knows what's happening inside me. So whatever I choose, whether in the election or whether in the supermarket, this is my free will, that's over. Free will, that's over. That's over. Over. Today, we have the technology to hack human beings on a massive scale. ജനങ്ങളെ വലിയ തോതിൽ തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകത്തുണ്ട് എന്ന് നമുക്ക് ഹരാരിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. അക്കൂട്ടത്തിൽ ജനങ്ങളുടെ സ്വതന്ത്ര ഇച്ഛ ഇല്ലാതാകാൻ പോകുന്നു എന്നും നമ്മൾ കേട്ടു. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് നമ്മെ ആ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹാക്ക് ചെയ്ത് അടിമപ്പെടുത്താൻ പോകുന്നു എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവനവന്റെ ഉള്ളിൽ നടക്കുന്നത് മറ്റാരും അറിയുന്നില്ല എന്ന് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇലക്ഷന് താൻ ആർക്ക് വോട്ട് ചെയ്യണം, സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരാൾ എന്തു വാങ്ങണം എന്നൊക്കെയുള്ളതെല്ലാം അവരവരുടെ സ്വതന്ത്ര ഇച്ഛയിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഹരാരി വ്യക്തമാക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാൾക്ക് അറിയാൻ കഴിയുന്ന വിധം കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്നും നമ്മൾ ചെയ്യാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ ലോകത്തുണ്ടാകാനും പോകുന്നു എന്നുമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The really big thing is hacking human beings. You can hack my body, my brain, my life. You can reach a point when you know me better than I know myself. We have the technology to hack human beings on a massive scale. ഹരാരി പറഞ്ഞ കാര്യങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾ യുകെയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബോറിസ് ജോൺസൺ 2020 യുണൈറ്റഡ് നേഷൻസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. You may keep your secrets from your friends, from your parents, your children, your doctor, even your personal trainer. But it takes real effort to conceal your thoughts from Google. And if that is true today, in future, there may be nowhere to hide. Smart cities will pullulate with sensors, all joined together by the Internet of Things. But this technology could also be used to keep every citizen under round-the-clock surveillance. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും നമ്മുടെ ചിന്തകളെ മറച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഗൂഗിളിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മറച്ചു വെക്കാൻ നാം ഇന്ന് ശരിക്കും പാടുപെടുന്നുണ്ട്. ഇന്നിങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒളിക്കാൻ ഒരിടവും കാണില്ല എന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഹരാരിയും ബോറിസ് ജോൺസണും പറഞ്ഞത് കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ നമ്മുടെ ചിന്തകൾ